എന്താ പേര് പറഞ്ഞേ? ഉഷ. ആ ഉഷേ, പറഞ്ഞ കാശ് ശരിയാക്കിയുണ്ട്. എന്നാ ബാക്കിയുള്ള 15 സെന്റ് ഉഷയുടെ പേരിലാക്കി തരാം. സാറേ, സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സാറ് പറഞ്ഞ പൈസ തരാം. എന്റെ ഭർത്താവിന്റെ ജീവന്റെ പ്രശ്നമാണ്, വേറെ ഒരു മാർഗം ഇല്ലഞ്ഞിട്ടാണ്. ഓപ്പറേഷൻ നടത്താൻ എന്റെ കയ്യിൽ പണം ഇല്ല. കാടം പറയുന്നത് പലചരക്കടയാണ് ഉഷേ. പറഞ്ഞ കാശ് കൊണ്ടുവാ, എന്നിട്ട് നോക്കാം. ദുഷ്ട, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. നിങ്ങൾ എന്തേ കാണിക്കണ? ഞാൻ പോലീസിനെ വിളിക്കണ? വിളിക്കടാ, വിളിക്കടാ നിന്റെ പോലീസിനെ. എന്റെ ഭഗവാനെ, എന്റെ ഭർത്താവിനെ കാത്തോളണേ. ഇവനെ പോലുള്ള ദുഷ്ടന്മാരുടെ തലയിൽ ഇടിച്ച് വീണേ. സെഞ്ചുറി സെഞ്ചുറി! സച്ചിൻ 100ാമത്തെ സെഞ്ചുറി അടിച്ചോ? സച്ചിൻ സെഞ്ചുറി അടിച്ചതല്ല പ്രഭു, ആ വില്ലേജ് ഓഫീസർ TP മാത്യൂസ് ഇല്ലേ, അയാളെ 100ാമത്തെ ആളും ശപിച്ചിരിക്കണു. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ് പ്രഭു. എന്റെ ഐപാഡ് എന്റെ ചതിക്കില്ല. താൻ നമ്മുടെ shaban.com സൈറ്റ് നോക്കാതെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഫേസ്ബുക്കോ? ഇപ്പോൾ വാട്സപ്പാണ് പ്രഭു. വാട്സാപ്പോ? അതെന്താ ആപ്പ്? ആ, ആപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഡൽഹിയിൽ നമുക്കിനി വർക്ക് കുറയാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയും ഒരു ആപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ടാർജറ്റ് മുട്ടിക്കാൻ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇല്ല പ്രഭു, ഇല്ല. കേരളവും കേരളത്തിലെമ്പാടുമുള്ള ബ്യൂറേജും ഉള്ളപ്പോൾ നമ്മുടെ കഞ്ഞുകൂടി മുട്ടില്ല. വാസ്തവം. എന്നാൽ നമുക്ക് മാത്യൂസിന്റെ വീട്ടിലേക്ക് പോയാലോ? ശരി, പോകാം. പ്രഭു, കുറേയധികം വണ്ടികൾ വരുന്നുണ്ട്. നമുക്കിതൊരു ആക്സിഡന്റ് ആക്കിയാലോ? ആ കുടുംബം രക്ഷപ്പെടും. അതെങ്ങനെ? അയാൾക്ക് GP ഉണ്ട് പ്രഭു. മരിച്ചാൽ 8 ലക്ഷം രൂപ വരെ കിട്ടും. 8 ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടും. പക്ഷെ പാണ്ടിലോറി കയറി ചതഞ്ഞെറിഞ്ഞ ശരീരം യമൂരിയിലെത്തിച്ച് ചികിത്സിക്കാനുള്ള ചെലവ് ചിത്രഗുപ്തന്റെ ഡാഡി തരുമോ? അതല്ല പ്രഭു, ആ കുടുംബം. മണ്ടത്തരം പറയാതിരിക്കും ചിത്രഗുപ്ത. സ്വാഭാവിക മരണമാണെങ്കിൽ നമുക്ക് ഇയാളെ നടത്തി തന്നെ യമൂരിയിൽ എത്തിക്കാം. ആക്സിഡന്റ് ആണെങ്കിൽ വണ്ടി വിളിക്കണ്ടേ? അതിന്റെ ടിയെ ആര് തരും? ആ ബിൽ സെക്ഷനിലെ തടിയനാണെങ്കിൽ ഇതുവരെ ഒരു ടിയെ പോലും മാറിയിട്ടില്ല. അവനും തന്റെ അസുഖം കുറച്ചുണ്ട്. എന്ത് പ്രഭു? ഫേസ്ബുക്കും പിന്നെ താൻ പറഞ്ഞ ആ ആപ്പും. അതുകൊണ്ട് സ്വാഭാവിക മരണം മതി. എന്താടി തുറക്കാനെത്ര താമസം? ഇന്നും പതിവ് തെറ്റിച്ചില്ല അല്ലേ? നിങ്ങളിന്ന് സത്യം ചെയ്തല്ലേ? എന്നിട്ടും കുടിച്ചൂല്ലേ? എന്നെ ഓർക്കണ്ട, മോനെങ്കിലും ഓർത്തൂടെ? അപ്പച്ച, സ്റ്റഡി ടൂറിന്റെ ഫീസ് അടയ്ക്കേണ്ട അവസാന ഡേറ്റാ നാളെ. സ്റ്റഡി ചെയ്യാൻ എന്തിനാ മോനെ ടൂറ്? വീട്ടിലിരുന്ന് സ്റ്റഡി ചെയ്താ മതി. കിട്ടുന്ന കാശ് കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ചെലവാക്കിക്കൂടെ? പിന്നെ നിനക്ക് ഉണ്ണാൻ കൊടുക്കാനും തന്നെ നിന്റെ അപ്പനാണ്. അത് മാത്രം മതിയല്ലോ. പാവം എന്റെ മോൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ. നിന്റെ മോനോ? നമ്മുടെ മോനെന്ന് പറയടി. എന്താ നിനക്ക് വല്ല സംശയം ഉണ്ടോ? ദേ, കുടിച്ചാൻ ആവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കുടിച്ചതാണ്. പ്രഭു, ഇനി വൈകിക്കണ്ട. ഹാർട്ട് അറ്റാക്ക്! അപ്പച്ചാ, അപ്പച്ചാ, ചേട്ടാ, അപ്പച്ചാ, ചേട്ടാ, അപ്പച്ചാ, എനിക്ക് ചേട്ടാ, അപ്പച്ചാ, ചേട്ടാ, അപ്പച്ചാ, കണ്ണു അപ്പച്ചാ, 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 ചേട്ടാ, അപ്പച്ചാ, ചേട്ടാ, അപ്പച്ചാ, ചേട്ടാ, അപ്പച്ചാ, എനിക്ക് അപ്പച്ചാ, എനിക്ക് അപ്പച്ചാ, അപ്പച്ചാ, കണ്ണു കണ്ണു തുറക്ക്, ചേട്ടാ, കണ്ണു തുറക്ക് അപ്പച്ചാ, 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 കണ്ണു തുറക്ക്, ഞാൻ മരിച്ചു അല്ലേ? നിങ്ങൾ കാലനല്ലേ? വാട്ട്? അത് കൺട്രീസായ എന്റെ അച്ഛനും